സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യുന്ന രാഹുൽ ഈശ്വറിന്റെ ഭാര്യ അപ്പോൾ അങ്ങനെയുള്ള ഒരു വസ്ത്രങ്ങളും ഉപയോഗിക്കാറില്ലേ? വസ്ത്രം എന്തായാലും കുഴപ്പമില്ല, വസ്ത്രം ധരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. നമ്മളെല്ലാം, ഞാൻ ഒരു ഹൺറോസ് എന്ന വ്യക്തിയല്ല, അല്ലെങ്കിൽ അമലാപോൾ എന്ന വ്യക്തിയല്ല. പബ്ബിൽ പോകുന്ന ഡ്രസ്സ് ഇടാം, നേരെ മറിച്ച് പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ആ ഡ്രസ്സ് ഇട്ടാൽ അത് പ്രശ്നമാവും. നമ്മുടെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നമ്മുടെ അമലാപോൾ ഇതുപോലെ വന്നതിൻ്റെ ഒരു കോൺട്രവേഴ്സ് ശ്രദ്ധിച്ചു കാണും, അന്നത്തെ ഒരു കോൺട്രവേഴ്സ്. അത് ഇപ്പം നമ്മളൊരു നൈറ്റ് ക്ലബ്ബിലോ പബ്ബിലോ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് അല്ലല്ലോ നമ്മൾ ഇടുന്നത്. നേരെ തിരിച്ചൊരു കുലസ്ത്രീ വസ്ത്രത്തിൽ മറ്റേ കേരള സാരിയൊക്കെ എടുത്ത് ആരെങ്കിലും പബ്ബിലോ അല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബിലോ പോയാൽ ഇതേപോലെ ആൾക്കാർ കൂവില്ലേ? അല്ല, ഞാനപ്പോൾ ഒരു കാര്യം വീണയ്ക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താ? എനിക്ക് സ്ത്രീകൾ ഏത് വേഷമിട്ട് എവിടെ പോകുന്നതിനോടും എനിക്ക് എതിർപ്പില്ല. അല്ല, വീണയ്ക്ക് ഈ ഹണി റോസ് എന്ന ആളുടെ വസ്ത്രധാരണയിൽ ഒരു തെറ്റും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിലെ തെറ്റ് ശരി എന്നുള്ളതില്ലല്ലോ. അല്ല, പക്ഷെ ഒരു കുറച്ച് കറക്റ്റ് വാക്കേ ചില ഒക്കേഷൻസ് നമ്മള് എനിക്ക് ആ വേഷം ഇനപ്രോപ്രിയേറ്റ് അല്ല എന്ന് ഞാൻ ഇടുമ്പോ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പ്രശ്നം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാറ്. ആ ആർഗ്യുമെന്റ് ചെറുതായിട്ടൊന്ന് തിരിച്ചു ചോദിക്കാം. കേരള സമൂഹത്തിലെ 99% ആൾക്കാർക്കും ഒരിക്കലെങ്കിലും ഹണി റോസിന്റെ വസ്ത്രങ്ങൾ ഇനപ്രോപ്രിയേറ്റ് ആണ് എന്ന തോന്നലുണ്ടായി കാണില്ലേ? എനിക്ക് പറയുമ്പോ നമ്മുടെ സാധാരണക്കാരോട് ചോദിച്ചാൽ നമ്മുടെ ഒരു പൊസിഷൻ എടുക്കുന്നത്. പക്ഷെ അങ്ങനെ വിമർശനമുള്ള വലിയൊരു സമൂഹം ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആ സമൂഹമാണല്ലോ എന്നെയൊക്കെ പിന്തുണയ്ക്കുന്നത്. പക്ഷെ അതിനെ നമ്മൾ വളരെ റെസ്പെക്ട്ഫുൾ ആയി വിമർശിക്കണം. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ മലയാളി വിളിക്കേണ്ട കാര്യം, ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഈ എക്സ്ട്രീംസിലാണ് നമ്മുടെ നിലപാട്. എനിക്ക് ഹണി റോസിനെ ബഹുമാനപരമായി വിമർശിക്കണമെങ്കിൽ I should never be abusive. ഞാൻ എപ്പോഴും ബഹുമാന പരിസരം മാത്രമേ ആ വിമർശനം വെക്കാവൂ. ഹണി റോസിന്റെ വസ്ത്രത്തെ എന്തെങ്കിലും വിമർശിക്കണമെങ്കിൽ ആ വിമർശിക്കുന്ന എനിക്ക് സഭ്യത വേണം, അല്ലെങ്കിൽ വാക്കുകൾക്ക് സഭ്യതയും മാന്യതയും വേണം.